നൊവായ്സ് PSC ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 വർഷത്തിലെ PSC നടത്തിയ എക്സാംസിൽ കറണ്ട് അഫെയർ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്. ഇത് PSCൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 നവംബർ 21 ആരാണ് അന്തരിച്ചത്? അത് P. വത്സലയാണ്. നവംബർ 23 അന്തരിച്ചത് ആരാ? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. 2024 ഡിസംബർ 25 അന്തരിച്ചത് ആരാണ്? MT വാസുദേവൻ നായരാണ്. ഡിസംബർ 26 അന്തരിച്ചത് ആരാ? മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ഓർത്ത് വെക്കുക, ഒബിച്ചറിയാണ്. PSC എന്തായാലും ചോദിക്കും. അടുത്ത ചോദ്യം. മാനസിക വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്താണ്? അതെന്താണ്? സ്നേഹക്കൂടാണ്. അടുത്ത ചോദ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. സൗത്ത് ആഫ്രിക്കയാണ്. കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് ചൈനയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് കൊറോണ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? അത് കേരളത്തിലാണ്. ആ റെക്കോർഡ് നമുക്കുള്ളതാണ്. ഇനി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി അത് മാതൃജ്യോതിയാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? അത് 2023 അപ്പോൾ 2024 തീം എന്താണ്? ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. എന്താണ്? ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി എവിടെയായിരുന്നു? അത് സൗദി അറേബ്യയിലായിരുന്നു. 2024 വേദി. 2025 വേദി എവിടെയാണ്? അത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയിലാണ് 2025 വേദിയും. അടുത്ത ചോദ്യം. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഇത് അന്നത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോൾ ആരാണ്? പർവ്വതനേനി ഹരീഷാണ്. P. ഹരീഷാണ് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്താണ്? അത് അമൃതം ആരോഗ്യമാണ്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് അമൃതം ആരോഗ്യം. ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? അത് പ്രഗ്യാനാണ്. റോവറിൻ്റെ പേര് പ്രഗ്യാനാണ്. ലാൻഡർ ആരാണ്? ലാൻഡർ വിക്രമാണ് ലാൻഡറിൻ്റെ പേര്. ഇവരുടെ രണ്ടുപേരുടെയും കാലാവധി എത്ര ദിവസമാണ്? പ്രവർത്തന കാലാവധി 14 ദിവസമാണ്. 14 ദിവസമാണ് വിക്രമിൻ്റെയും പ്രഗ്യാൻ്റെയും കാലാവധി. 14 ദിവസം. 2023 ജൂലൈ 14 ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. എന്നാണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്? 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 23 പ്രത്യേകത എന്താണ്? ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ഓഗസ്റ്റ് 23 ആചരിക്കുന്നത്. ഇനി നിലവിലെ ISRO ചെയർമാൻ ആരാണ്? V. നാരായണനാണ്. ആരാണ്? V. നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. V. നാരായണൻ 11ാമത്തെയാണ്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചതാർക്കാണ്? അത് ക്ലോഡിയ ഗോൾഡൻ ആണ്. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നതാരാണ്? ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ പദ്ധതി എന്നാണ് പ്രഖ്യാപിക്കുന്നത്? 2018. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അത് DY ചന്ദ്രചൂഡ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡായിരുന്നു 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 53ാമത്തെ ആരായിരുന്നു? അത് സഞ്ജീവ് ഖന്നയാണ്. നിലവിലെ 56ാമത്തേത് ആരാണ്? BR ഗവായി ആണ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായി, അതാണ് ഫുൾ നെയിം. BR ഗവായി ആണ് ഇപ്പോഴത്തെ 52ാമത്തെ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ബ്രസീലാണ്. 2023 എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നായിരുന്നു? ഇന്തോനേഷ്യയിൽ നിന്ന്. 2022 ഇന്തോനേഷ്യ ആയിരുന്നു. 2023 ഇന്ത്യ. 2024 ബ്രസീൽ. 2025 സൗത്ത് ആഫ്രിക്കയാണ്. 2025. ഇനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്താണ്? അത് മംഗൾയാനാണ്. ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് മംഗൾയാനാണ്. ചോദ്യം.
കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദറാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇതല്ല, നിതിൻ മധുകർ ജംദറാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മറന്നു പോകരുത്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? അത് ചെറുതനയാണ്. ചെറുതന എവിടെയാണ്? ആലപ്പുഴയിലാണ്. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡ്രൂ വെയ്സ്മാൻ ആണ്. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ H9N2 ആണ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മീഷോങ് ആണ്. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണി മാറിയിട്ടുണ്ട്. പിന്നെ പ്രീതി സുധനും മാറിയിട്ടുണ്ട്. ഇപ്പോൾ അജയ് കുമാർ ആണ്. ഇപ്പോഴത്തെ ആരാണ്? അജയ് കുമാർ. 2023 150ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡാണ്. 2025 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഫിൻലൻഡാണ്. 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 126 ആയിരുന്നു. 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28 ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്നാണ്? സെപ്റ്റംബർ 19 ലോക്സഭ അംഗീകരിക്കുന്നത് സെപ്റ്റംബർ 20 സെപ്റ്റംബർ 21 രാജ്യസഭ അംഗീകരിച്ചു. ആരാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? അർജുൻ റാം മേഘ്വാൾ ആണ് ബില്ല് അവതരിപ്പിച്ചത്. ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. അതുപോലെ ഈ നാരീശക്തി വന്ദന അധിനിയം ബില്ലാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് കൂടിയാണ് ഇത്, നാരീശക്തി വന്ദന അധിനിയം. ഇനി 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ഇത്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 2025 എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. 2025 പ്രമേയം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇനി ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഈ 2 തീമും PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകളാണ്. 2025 പഠിച്ചോളുക. 2025 തീം എന്താണ്? ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. 2025 തീമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ. അടുത്തത് ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് ഋതു കരിതാളാണ്. റോക്കറ്റ് മാൻ ആരാണ്? അത് കെ ശിവനാണ് റോക്കറ്റ് മാൻ. മിസൈൽ വുമൺ ആരാണ്? മിസൈൽ വുമൺ ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസ്. മിസൈൽ മാൻ ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാമാണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. ഏതാണ് കൃതി? രൗദ്രസാത്വികം. രൗദ്രസാത്വികമായിരുന്നു കൃതി. സരസ്വതി സമ്മാൻ ലഭിക്കുന്ന 4ാമത്തെ മലയാളിയാണ് ആര്? പ്രഭാവർമ്മ. ആദ്യത്തേത് ആരായിരുന്നു? ബാലാമണിയമ്മയാണ്. കൃതി ഏതാണ്? നിവേദ്യം. 1995 ഇനി 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? അത് ഹിമപ്പുലിയാണ്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിന് നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF ആണ്. എന്നാണ് പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28 പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ആരാണ്? നരേന്ദ്രമോദി. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് എന്തിൻ്റെ ലക്ഷ്യം? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യമാണ്. രാമസുബ്രഹ്മണ്യമാണ്. എത്രാമത്തെയാണ്? 9ാമത്തെ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് BS മാവോജിയാണ്. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? അത് BSVI. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? അത് ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലുമോൾ മാരിയറ്റ് തോമസ്.
അടുത്ത ചോദ്യം നോക്കാം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? അത് ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻഖർ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് സജി ചെറിയാനാണ്. സജി ചെറിയാൻ്റെ മണ്ഡലം ഏതാണ്? അത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ മണ്ഡലമാണ് സജി ചെറിയാൻ്റെത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷിയാണ്. ഇത് എഴുതിയത് ആരാണ്? ഇത് എഴുതിയത് സണ്ണിക്കുട്ടി എബ്രഹാമാണ്. സണ്ണിക്കുട്ടി എബ്രഹാമാണ് കാലം സാക്ഷി എഴുതിയത്. എന്നാണ് ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്? 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിക്കുന്നത്. 2023 ജൂലൈ 18. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 20ാമത്തെ നടക്കുന്നത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാനാണ് അടുത്ത ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി. 2023 71ാമത് മിസ് വേൾഡിൻ്റെ മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് ഇന്ത്യയായിരുന്നു. 71ാമത്തെ മിസ് വേൾഡ് ആരായിരുന്നു? അത് ക്രിസ്റ്റീന പിസ്കോവയായിരുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവ. രാജ്യത്ത് ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അല്ലു അർജുനാണ്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് ജപ്പാനിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? അത് കൊൽക്കത്തയാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മലപ്പുറത്താണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. 2024 ക്യാമലിയുടെ വർഷം. 2025 ഹിമാനികളുടെ സംരക്ഷണ വർഷം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? തുടങ്ങനാടാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? അത് വിവ്സ് ആണ്. SCRT പോയിൻ്റാണിത്. ഇതോർത്ത് വെക്കുക. വിവ്സ് ആണ്. വിവ്സ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതിയാണ്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആർദ്രം പദ്ധതി. താങ്ക് യു ഫോർ വാച്ചിങ്.